ഗുരു എന്ന സിനിമയെ നമ്മളിവിടെ ഒന്ന് അനലൈസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ ഗുരു എന്ന സിനിമയെ ഒന്ന് വിശദീകരിക്കുകയാണ്. എന്തായിരുന്നു ഗുരു എന്ന സിനിമ നമുക്ക് തന്ന സന്ദേശം, അല്ലെങ്കിൽ അതിനുള്ളിലെ കഥാപാത്രങ്ങൾക്കും അല്ലെങ്കിൽ കഥയ്ക്കുമൊക്കെ ഉള്ള നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം, ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പ്രാധാന്യം എന്താണ്? ഭൂരിഭാഗം പേരും ഒരുപക്ഷെ ഗുരു എന്ന സിനിമ ഇഷ്ടപ്പെടുമ്പോൾ പോലും ഗുരു എന്ന സിനിമ അത്ര നല്ല സിനിമയല്ല, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വളരെ വലിയ പോരായ്മകൾ ഉണ്ട് എന്ന് വാദിക്കുന്ന ഒരു കൂട്ടം ആളുകളുമുണ്ട്. അതെന്തുകൊണ്ടാണ് അവർ അങ്ങനെ വാദിക്കുന്നതെന്നും ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ആക്കി നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും M4 മോളിവുഡിലേക്ക് സ്വാഗതം. മികച്ച മലയാള സിനിമകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഗുരു എന്ന സിനിമയെ അതിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക സാധ്യമല്ല. കാരണം ഇന്ത്യയുടെ തന്നെ ഒഫീഷ്യൽ എൻട്രിയായി ഓസ്കാറിന് പോയ ആദ്യ മലയാള ചിത്രമാണ് ഗുരു. രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്തെത്തിയ ഈ ചിത്രം 1997 പുറത്തിറങ്ങിയത്. ഗുരു എന്ന സിനിമ അന്നൊരു വലിയ സാമ്പത്തിക വിജയമായിരുന്നില്ല. 1997 ചന്ദ്രലേഖ ഇറങ്ങിയ അതേ സമയത്ത് തന്നെ, ഏകദേശം അതേ സമയത്ത് തന്നെയായിരുന്നു ഗുരുവും റിലീസായത്. ചന്ദ്രലേഖ പോലെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ ഉള്ള സമയത്ത് ഇങ്ങനെയുള്ള ഒരു പ്രത്യേക രീതിയിലുള്ളൊരു സിനിമ ആളുകൾക്ക് എത്രത്തോളം സ്വീകാര്യമാകുമെന്ന് നമുക്കറിയാവുന്നേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ കഥ പറഞ്ഞ സിനിമ പരാജയപ്പെട്ടു പോയത്. ഇന്നത്തെ കാലത്താണ് ഗുരു എന്ന സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ വലിയ വമ്പൻ സെറ്റുകൾ ഇട്ടും 3D പോലുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ചും വളരെ വലിയൊരു ക്യാൻവാസിൽ തന്നെ ഈ ചിത്രം ഒരുക്കാനും കഴിയുമായിരുന്നു. കാരണം അത്രയ്ക്ക് ശക്തമായ സ്ക്രിപ്റ്റോട് കൂടിയ ഒരു സിനിമ തന്നെയാണ് ഗുരു. അതിന്നും ആ സിനിമ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ കയ്യടി കൊടുക്കേണ്ട അതിൻ്റെ സ്ക്രിപ്റ്റിനും പിന്നെ അതിൻ്റെ സംവിധായകനായ രാജീവ് അഞ്ചലിനുമാണ്. രാജീവ് അഞ്ചൽ ഇതിനു മുമ്പ് പല സിനിമകളും ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടതും ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നതുമായ സിനിമ ഗുരു തന്നെയാണ്. നമ്മൾ ജീവിക്കുന്ന 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നിനെ തുറന്നു കാണിച്ച ചിത്രമാണ് ഗുരു. ഇലാമപ്പഴം എന്ന് പറയുന്നത് ലോകത്തിലെ ഓരോ മതത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഒരു കുട്ടി ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുമ്പോൾ തന്നെ ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലേക്ക് അവൻ വീഴുകയും അവിടെ നിന്നുകൊണ്ട് മാത്രമാണ് അവർ ലോകം കാണുന്നത്. അതായത് അതിന് പുറത്തേക്കുള്ള ഒരു വിസ്താരമായ കാഴ്ച അല്ലെങ്കിൽ ലോകത്തിൻ്റെ കാഴ്ച അവിടെ ലംഘിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഹനിക്കപ്പെടുന്നു എന്ന് പറയാം. ആ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ് ആ കുട്ടി എപ്പോഴും ലോകത്തെ കാണുക. അതുമൂലം ലോകത്തിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ മതത്തിൻ്റെയും അല്ലെങ്കിൽ ജാതിയുടെയൊക്കെ പേരിൽ ആളുകൾ തമ്മിൽ തല്ലുകയും കൊല്ലുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നത്. ആ ജാതിയെയും മതത്തിനെയുമാണ് ഇലാമപ്പഴം എന്ന് പറയുന്നത്. മതത്തിൻ്റെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിൽക്കുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതിൻ്റെ പുറത്തേക്കുള്ളതൊന്നും കാണാൻ സാധിക്കില്ല. മതം എന്ത് പറയുന്നു അത് മാത്രം നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകും. എന്നാൽ അതിൽ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താൻ നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഗുരു കാണിച്ചു തരുന്ന മറ്റൊരു പാഠം. ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിൽ അന്ധമായി ജീവിക്കുന്ന ജനത മറ്റുള്ള മതങ്ങളെ ആക്രമിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ള ജാതിയിൽപ്പെട്ടവരെ ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇന്ന് സ്ഥിരം കാഴ്ചയായി നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ അത് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇലാമപ്പഴത്തിൻ്റെ കുരു പോലെ തന്നെ എല്ലാ മതങ്ങളുടെയും പ്രധാന കാമ്പെന്നറിയപ്പെടുന്നത് സ്നേഹം, സാഹോദര്യം, അനുകമ്പ എന്നിവയാണ്. മറ്റൊരു സഹജീവിയോടുള്ള സ്നേഹം തന്നെയാണ് എല്ലാ മതവും പഠിപ്പിക്കുന്നത്. എന്നാൽ ഇലാമപ്പഴം അതിൻ്റെ പുറന്തോട് മാത്രം നമ്മൾ കാണുകയും ബാക്കിയുള്ളവരെ അകറ്റി നിർത്തുകയും ചെയ്യുന്നതിന് പകരം മതത്തിൻ്റെ ഉള്ളിലെ ഉൾക്കാമ്പായ സ്നേഹം, ശാന്തി, സമാധാനം എന്നിവ ഉൾക്കൊണ്ട് ജീവിക്കേണ്ടവരാണെന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു സിനിമയാണ് ഗുരു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമയെ എതിർക്കുന്നവരുമല്ല, ഈ സിനിമ വളരെ മോശമായ ഒരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നതെന്ന് വാദിക്കുന്നവരുമുണ്ട്. അവരുടെ പ്രധാന വാദങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. എന്തുകൊണ്ടെന്ന് അവർ ആദ്യം പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഈ സിനിമ നടക്കുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളെ ആ സിനിമയിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ശാന്തിഗിരി ആശ്രമവും അല്ലെങ്കിൽ അവിടെ പറയുന്ന ഗുരുവും യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ആൾദൈവമായിരുന്നെന്നും അദ്ദേഹത്തെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു സിനിമയാണെന്നുമാണ് അപ്പോൾ അവർ പറയുന്ന പോലെ ഇതൊരു ആൾദൈവത്തെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരു എന്ന് പറയുന്നത് ഒരു വെളിച്ചമാണ്, അല്ലെങ്കിൽ അറിവ് പകർന്നു തരുന്ന ഒരാളായിട്ട് മാത്രമാണ് ആ സിനിമയിലൂടെ എനിക്ക് മനസ്സിലായത്. അത് പ്രത്യേകിച്ച് ആരെങ്കിലും ബൂസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു ആ സിനിമ കാണുന്ന സമയത്ത്. ആ ഗുരു എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതും ആശ്രമമൊക്കെ ഒരു ഫിക്ഷണൽ ക്യാരക്ടർ അല്ല, ഫിക്ഷണലായിട്ട് മാത്രമായിട്ട് ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് എന്നെ ബാധിച്ചിട്ടില്ല, എൻ്റെ സിനിമ ആസ്വാദനത്തെ ബാധിച്ചു. ഒരുപക്ഷെ അത് നേരിട്ടറിയാവുന്നവർക്ക് അദ്ദേഹത്തെ ബൂസ്റ്റ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മഹത്വവൽക്കരിക്കാനായി എടുത്ത സിനിമയായോ ഒരുപക്ഷെ തോന്നിയിരിക്കാം. കാരണം അവർ പറയുന്ന പ്രധാന കാരണം മതത്തിൽ നിന്ന് ഓടി ഒരു ആൾദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനാണ് ഗുരു എന്ന സിനിമ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ പ്രധാന വിമർശനം.
ആ വിമർശനം ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓണാക്കി നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ വീണ്ടും ഇതിലും മനോഹരമായ ഇതിലും നല്ല വീഡിയോകളുമായി വരാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടിയേ തീരൂ. അപ്പോൾ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.